ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനെ പോകണമാണ് ടീച്ചറുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ് ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ഇരിക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ഇടാനിരിക്കണം, പിന്നെ ഐബ്രോസും പിന്നെ ഐ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പോകണം. പിന്നെ അങ്ങനെ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ പോകണം വേറെ ആളുടെ അടുത്ത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5ാമത്തെ 6ാമത്തെ ആയിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റും പോയിരുന്നില്ല, ഏറ്റവും ലാസ്റ്റായിട്ടും പോയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെറുതെ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സൗണ്ട് ഭയങ്കര കുറവായിരുന്നതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടും നമ്മൾ ആദ്യം തന്നെ. ഞാൻ ആദ്യം മുടി കെട്ടിയിട്ടാണ് പിന്നെയാണ് പുട്ടിയൊക്കെ ഇടാൻ പോയത്. അങ്ങനെ ഞാൻ മിററിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അധികമാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഗായ്സ് എന്നോട് എത്താൻ പറഞ്ഞ ടൈം, ഞങ്ങൾ സീനിയേഴ്സിൻ്റെ ടൈം 8:45 തൊട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഓർണമെൻറ്റ്സൊക്കെ പതുക്കെ വെച്ചു. ഓർണമെൻറ്റ്സൊക്കെ വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഡാൻസ് ക്ലാസ്സിലേക്ക്. പിന്നെ ലഞ്ച് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ലഞ്ചിന് മുന്നായിട്ട് തന്നെ ഞാൻ വെച്ചു. ദെൻ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഫൈനൽ ലുക്ക് ഗൈസ്. ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഇടാനുള്ളൂ. പക്ഷേ ലിപ്സ്റ്റിക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ടോ. അത് പോയാലോ, ഫുഡൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ഇടാം. അങ്ങനെ ഞാൻ ഫൈനലി റെഡിയായി. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക് കൂടെ വന്നപ്പോഴാണ് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മിററിലൊന്ന് നോക്കിക്കോട്ടെ. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ടോട്ടൽ മിറർ വ്യൂ എന്ന് പറയാനായിട്ട്. ഇപ്പം എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ്. അൾട്ടിട്ടു ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചു. ഗായ്സ് ഗൻഹാൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല അല്ലേ ഗായ്സ്? ദിസ് ഇസ് ഗൻഹാൻ. ഇനി അടുത്തത് കൃഷ്ണ ആണ്. ഇത് എൻ്റെ അടുത്തൊരു ബെസ്റ്റിയാണ് ഗായ്സ്. പിന്നെ ഇത് കൃഷ്ണയുടെ അമ്മ. എൻ്റെ ജ്യോതി ആൻറ്റി. ഒരു ഹായ് പറ. ഹായ്. ദിസ് ഈസ് കൃഷ്ണ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ദിസ് ഈസ് വേദ. അതെ അതെ. ഞങ്ങളിവിടെ റെഡിയാണല്ലേ നമ്മൾ കളിക്കാനായിട്ട്. ഇപ്പം സ്റ്റേജ് നമുക്ക് കിട്ടിയാൽ മതി. എന്ത് പറ്റി? അതെ, വെറുതെ വന്നതാ. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി നോക്കാം ഗൈസ്. ഞങ്ങളങ്ങനെ ഡാൻസ് ക്ലാസ്സിലേക്ക് ഞങ്ങൾ ഓൾ സെറ്റാണ്. ഞാൻ കാണിച്ചതല്ലേ ഗൈസ്? അതെ, ചെയ്യാറില്ല. ആൻഡ് ഗൈസ്, ദിസ് ഈസ് ഭൂമിയുടെ അമ്മ. ചിരിക്കി. ആൻഡ് ഗൈസ്, ദിസ് ഈസ് വേദയുടെ അമ്മ. ഞാൻ നേരത്തെ വേദനെ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ വേദയുടെ അമ്മ ഇതൊക്കെ ഇടും. ആൻഡ് എല്ലാവരും ചിരിക്കുക. അതെ ഗൈസ്, ഞങ്ങൾ റെഡി ആണെങ്കിൽ പ്രോഗ്രാമിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ചേച്ചി നിങ്ങൾക്ക് അറിയാത്തതായി ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ നേരത്തോടെ ഫേമസ് ആയതാണ്. Guys, and guys, this is Annie Chechi, and she's so cute and pretty. Guys, this is Nayana Chechi. ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Guys, this is ഒരാളുടെ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നു. അതാ പരിചയപ്പെടുത്താറുണ്ട് വിചാരിച്ചിട്ട്. This is നന്ദൻ ചേച്ചി. and ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ് കേട്ടോ ഗൈസ്. This is Bhumi and this is another Krishna. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഗൈസ്, ദിസ് ഈസ് മൈ അമ്മ. കണ്ടോ, ഒരുങ്ങാണ്. ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ അമ്മ ഒരുങ്ങണം. ബ്യൂട്ടിക്ക്. ആൻഡ് ഗൈസ്, പിള്ളേരെ നിങ്ങളെല്ലാവരും ഓൾ സെറ്റ് അല്ലേ? എല്ലാവരും സെറ്റാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഒരു മിനിറ്റ്. ദിസ് ഈസ് മൈ ടീച്ചർ. കുഴപ്പമില്ല. ദിസ് ഈസ് മൈ ടീച്ചർ. ടീച്ചറുടെ ഒരുങ്ങിയ സുന്ദരിയായി സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ പ്രോഗ്രാം 8:30 ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് മാഷിനെ കാണിച്ചു തരാം കേട്ടോ.
ഗൈസ് ഇതാണ് എന്റെ മാഷ്. ഞാൻ ബ്ലോഗറാണ് മാഷ്. അതെ, ഞങ്ങളെ 23 പേരെ സുന്ദരികളാക്കി തന്ന മാഷാണ് ബിജു മാഷാണ്. എന്റെ മാഷ് ആ മാഷിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ്. ഞങ്ങളെ സുന്ദരികളാക്കി തന്ന മാഷാണ്. നെക്സ്റ്റ് ഇതാണ് നന്ദന ചേച്ചിയുടെ അമ്മയാണ്. അതെ, ഒരു ഹായ് പറയ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഹായ്. പിന്നെ ഗൈസ് ഇവിടെ എല്ലാവരും ഉണ്ട്. കുറച്ച് ദൂരമുള്ളോ? നമ്മള് ഫൈനലി അമ്പലത്തേക്ക് എത്തിയതാണ്. അമ്പലം നമ്മൾ കളിക്കാൻ പോണേ. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ബാക്ക് സ്റ്റേജ് അപാരതയാണ് കേട്ടോ. അപ്പോൾ നല്ല പ്രോഗ്രാംസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും കാണാൻ പോകാണ്ട് ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ വീഡിയോ ഓണാക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ നേരത്തോടെ വന്നു. ഞങ്ങൾ ഓൾറെഡി പൺഷ്യലായ കാരണം 7:45 ആകുമ്പോഴത്തേനും ഞങ്ങൾ എത്തിയിട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്ത എല്ലാവരുടെയും കുറച്ച് കാണിച്ചു തരാം.
महादेव शिव शंभो महादेव शिव शंभो महादेव शिव शंभो महादेव शिव शंभो श्री महादेव शिव शंभो ഗായ്സ് ഇതായിരുന്നു നമ്മൾ അമ്പലം മേൽത്തൃക്കോവിൽ ക്ഷേത്രം തൃപ്രയാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു ടീച്ചറുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ് ഫൈനലി ഇതേ മേക്കപ്പ് കളഞ്ഞ് ഇപ്പോൾ ഇതേ സമയം 12:30 കഴിഞ്ഞു ഗായ്സ്.
12 കഴിഞ്ഞു. ഇനി നമുക്ക് ഉറങ്ങണം. ഞാൻ എൻ്റെ കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കമ്മലിൽ ഇടാണ്ടിരിക്കുമ്പം എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കിടന്ന് ഉറങ്ങണം. എന്തേ പുതിയ കുരു വന്നിട്ടുണ്ട് കേട്ടോ, കണ്ട. അതിപ്പോൾ എന്തിൻ്റെയാണാവോ എനിക്കറിയില്ല. ആൻഡ് മേക്കപ്പൊക്കെ കളഞ്ഞൊരു വിധം. ആൾട്ടൊക്കെ ഉണ്ടോ, ആൾട്ടൊക്കെ വേഗം പോയി. കാലുമുണ്ട് കേട്ടോ, കാലുമോറുണ്ട്. കാലുമ്പത്തിന് എനിക്ക് കളയാൻ ഇഷ്ടമില്ല. നാളെ പിന്നെ ക്ലാസ്സും ഉണ്ട്. നാളെ പിന്നെ എനിക്ക് 11:45 വരുള്ളൂ ക്ലാസ്. കാരണം നമ്മുടെ ബോർഡ് എക്സാം തുടങ്ങിയാണ് മറ്റന്നാൾ ട്യൂസ്ഡേ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അവർ നേരത്തോടെ നമ്മളെ വിടും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 11:45 വരെ പോയാൽ മതി. അപ്പോൾ എന്തായാലും പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ഗൈസ്.